ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നേരത്തെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നല്ല. അപ്പൊ അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, മൊത്തത്തില് ആ ഒരു കോണ്ടന്റിന്റെ ക്രിയേഷൻ തൊട്ട് അത് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് വരെ ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, കോണ്ടന്റ് ക്രിയേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയാം. ഇപ്പോ നിങ്ങൾ ഒരു കോണ്ടന്റ് റൈറ്റർ ആയിട്ട് ഏതെങ്കിലും ഏജൻസിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കമ്പനി അല്ല, ഏജൻസിയിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലയന്റിനെ തന്നിട്ട് പറയാണ്, നെക്സ്റ്റ് മന്തിലേക്കുള്ള ഈ ക്ലയന്റിന്റെ സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ് കംപ്ലീറ്റ് നിങ്ങളാണ് ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അവരുടെ വർക്ക്? ആദ്യം കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ എല്ലാവരുടെ സർവീസിനെ പറ്റി ഡീറ്റെയിൽ ഡിസ്കഷൻ പഠിക്കും. പിന്നെ അവര് എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും കൂടെ ഡിസ്കസ് ചെയ്യും. മേ ബി സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ അവർ പുതിയ പ്രോഡക്ട്സ് അവതരിപ്പിക്കാനാവാം, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആവാം. അവരുടെ ഗോൾ എന്താണെന്നുള്ളത് അവർ ഡിസ്കസ് ചെയ്യും. ഓഫ് കോഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ബഡ്ജറ്റ് എന്താണ്? ഡിസ്കഷൻ വരും. ഞാൻ എങ്ങനെ? പറയുന്നത് ചിലപ്പോൾ ഒരു ഓർഡറിലൊന്നും വായിക്കത്തില്ല, അറിയാവുന്നതാണ് പറയുന്നത്. കുഴപ്പമില്ല കുഴപ്പമില്ല. ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഡിസ്കസ് വോയിസ് ചെയ്യും. ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ നോ യുവർ പ്രോഡക്റ്റ്. ഹലോ, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ലാസ്റ്റ് പറഞ്ഞ ഹലോ, കേട്ടില്ല, വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നതിൽ ഇത്തിരി ഡിലേ ഉണ്ട്. ബ്രേക്ക് ആണ്, ഡിലേ ഉണ്ട്. കേൾക്കാമോ ഇപ്പൊ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. സർവീസ് ഹലോ, പറഞ്ഞോളൂ. കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്യുക. അവർ ഗോൾസ് എന്താണ് നെക്സ്റ്റ് ക്വാർട്ടറിലേക്കുള്ളത്, അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾസ് എന്ന് ഡിസ്കസ് ചെയ്യുക. അവരെന്താണ് ഈ മാർക്കറ്റിംഗ് കൂടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുക. സെയിൽസ് ഓറിയന്റഡ് ആണോ, അതോ എന്തെങ്കിലും ഇൻഫർമേഷൻ ആണോ, അതെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ച് ആണോ? ആണെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുക. പിന്നെ അവർക്ക് ഓൾ ഡിജിറ്റൽ മീഡിയയിൽ ത്രൂ ഔട്ട് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയുക. ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സ്ക്രിപ്റ്റ് ഡിസ്കഷനും മാർക്കറ്റിംഗ് സൈഡ്, പോസ്റ്റേഴ്സ്, അവർ ഏതൊക്കെ മീഡിയ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒക്കെ കറക്റ്റ് തന്നെയാണ്, ഇതൊക്കെ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനൊരു ഒരു ഫോർമാറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ക്ലയന്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാം. എന്താണ് ക്ലയന്റിന്റെ പ്രൊഡക്റ്റ് ആണ് അവർ സെയിൽ ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്, ഇനി ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടോ, എന്താണ് അവരുടെ ഫീച്ചേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്താണ് അവരുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അവരുടെ റിക്വയർമെന്റ്സ് എന്താണ്, ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് എന്താണ്. ഓരോ ക്ലയൻസിനും ഡിഫറെന്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. ചിലർക്ക് സെയിൽസ് ആയിരിക്കും വേണ്ടി വരിക, ചിലർക്ക് ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഫോളോവേഴ്സ് കൂടുതൽ വേണ്ടി വരും. ചിലർക്ക് എന്താണ്, ഒന്നുകൂടെ ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ടായിരിക്കും. ഓരോരോ ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ക്ലയന്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദെൻ കംപ്ലീറ്റ് ഒരു റിസർച്ച് ചെയ്യുക, ക്ലയന്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുക. അവരെന്താണ്, എങ്ങനെയാണ്, അവരുടെ ഷോപ്പ് എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളിപ്പോ യൂഷ്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം ഒരു ലൊക്കേഷൻ നോക്കും, നമ്മുടെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ എന്താ ജനറലി നോക്കാം, നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കില്ലേ, ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയന്റിന്റെ സെയിം ഫീൽഡിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ്, അവരെ കംപ്ലീറ്റ് അനലൈസ് ചെയ്യുക, അവരെ എന്താണ് ചെയ്യുന്നത്. ഈവൺ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ദീദി, ധാത്രി, മറ്റേ ഇന്ദുലേഖ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ ഇല്ലേ. ഓരോന്നും ഇതെല്ലാം എന്താണ് ഒരു സെയിം ഫീൽഡിൽ വരുന്ന ഡിഫറെന്റ് ബ്രാൻഡ്സ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ക്ലയന്റിന്റെ കോമ്പറ്റീറ്റർ ആരാണെന്ന് നോക്കാം. പിന്നെ അവരെന്താണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും. ഏത് രീതിയിൽ ഫസ്റ്റ് വീക്ക് എന്ത് പോകണം, സെക്കൻഡ് വീക്ക് എന്ത് പോകണം എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലയന്റിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഏത് രീതിയിലാണ് അവർ കോണ്ടന്റ് ചെയ്യുന്നത്, അവരെ വർക്ക്സ് എങ്ങനെയാണ്, അവരുടെ ഏതൊക്കെ വർക്ക്സിനാണ് റീച്ച് കിട്ടുന്നത് എന്ന് കംപ്ലീറ്റ് നമ്മൾ ക്ലയന്റിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, കോണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഓക്കെ, കോണ്ടന്റ് കലണ്ടർ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതിനു മുന്നേ? കേട്ടിട്ടുണ്ടോ? എന്താണ്? കേട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ, കേട്ടു. ബേസിക്കലി നമ്മൾ കലണ്ടർ എന്തിനാ യൂസ് ചെയ്യാം? ജനറലി നോർമൽ കലണ്ടർ ഉണ്ടല്ലോ, അതെന്തിനാ യൂസ് ചെയ്യാം? ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി. എന്താണ്? ഷെഡ്യൂൾ ചെയ്യാൻ, ഓരോ ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി അല്ലെ, വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കലണ്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡേറ്റ്സ് അറിയാം. ജനറലി നമ്മൾ കലണ്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡേറ്റ്സ് എപ്പോഴാണ്, ഹോളിഡേയ്സ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ സെലിബ്രേഷൻസിന്റെ ഒക്കെ ഡേയ്സ് എപ്പോഴാണ്, അതിനല്ലേ കലണ്ടർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോണ്ടന്റ് കലണ്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിന് വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് മന്തിലുള്ള വർക്ക് ചെയ്യണം. അപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നെക്സ്റ്റ് മന്തിൽ ഏതൊക്കെ ഡേയ്സ്, എന്തൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്, ഏതൊക്കെ ഡേറ്റ്സിലാണ് ഉള്ളത് ആ സ്പെഷ്യൽ ഡേറ്റ്സ് എന്ന് ഞാൻ നോക്കും. എന്തിനാണ്? ഓരോ സ്പെഷ്യൽ ഡേറ്റ്സിനും എന്തെങ്കിലും ടൈപ്പ് ഒരു ക്രിയേറ്റീവ് കോണ്ടന്റ് മേക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അറിയാം, ഈ ഓണം, വിഷു, അല്ലെങ്കിൽ പെരുന്നാള്, ക്രിസ്മസ്, ഈ പറയുന്ന ടൈമിലൊക്കെ എല്ലാവരും മാക്സിമം മാർക്കറ്റിംഗ് ചെയ്യും അല്ലെ. അന്ന് ആ ഒരു ടൈമിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുക. ചിലർ ഓഫേഴ്സ് വെക്കും, ചിലർ നല്ല നല്ല ക്രിയേറ്റീവ് വീഡിയോസ് ഇറക്കും, ഡിഫറെന്റ് രീതിയിൽ ഓരോ ക്രിയേറ്റീവ് ഇറക്കും അല്ലെ. അപ്പോ നമ്മൾ ഇതേപോലെ മുന്നേ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ നെക്സ്റ്റ് മന്തിലേക്ക് എനിക്ക് ക്ലയന്റ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മന്ത് ഒരു പകുതി ആകുമ്പോൾ തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് കലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. എന്താണ്, ഏത് ദിവസം. ഇനി ചില ക്ലയന്റ്, നമ്മളിപ്പോ ഒരു ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓരോ ക്ലയൻസും നമുക്ക് പൈസ ആണല്ലോ തരുന്നത്. അപ്പൊ അവർക്കും ഒരാൾക്ക് മാത്രം വർക്ക് ചെയ്യുക, ഒരാൾക്ക് വർക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും യുണീക്ക് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള വർക്ക്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് കലണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചുകൂടെ ഈസി ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും. കാരണം ഈ ഒരു ക്രിയേറ്റീവ് സെലിബ്രേഷൻസിനൊക്കെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന എല്ലാ ക്ലയൻസിനും നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു ക്ലയന്റിന് മാത്രമായിരിക്കില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഈസി ആവും. ഓക്കെ, അപ്പൊ കോണ്ടന്റ് കലണ്ടർ എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഒരു മാസത്തിലേക്ക് ഏതൊക്കെ ദിവസത്തിൽ എന്തൊക്കെ കോണ്ടന്റ് പോകണമെന്ന് മുന്നേ പ്ലാൻ ചെയ്ത് ഒരു ഷീറ്റ് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയാ, കോണ്ടന്റ് കലണ്ടർ. അത് നമ്മുടെ വർക്ക് ഈസി ആക്കാനും സ്മൂത്ത് ആവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോണ്ടന്റ് കലണ്ടർ മേക്ക് ചെയ്യുന്നത്. ദെൻ ഈ കോണ്ടന്റ് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരു ദിവസം എന്ത് കോണ്ടന്റ് വേണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ആ ഓരോ കോണ്ടന്റും റൈറ്റേഴ്സ് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യും, പോസ്റ്റർ കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റർ എന്ത് ചെയ്യും, കോപ്പീസ് ക്രിയേറ്റ് ചെയ്യും. ഒരു പോസ്റ്ററിന് വേണ്ട കണ്ടന്റ്സ് ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ, ക്രിയേറ്റീവ് കോപ്പി, ആഡ് കോപ്പി, അങ്ങനെയുള്ള എല്ലാ കോണ്ടന്റും പോസ്റ്ററിന് വേണ്ട കോണ്ടന്റ് ചെയ്യും. എന്നിട്ട് ആ കോണ്ടന്റ് എന്ത് ചെയ്യും, ഡിസൈനേഴ്സിന് കൊടുക്കും. ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, അത് വെച്ചിട്ട് അവര് പോസ്റ്റർ ഡിസൈൻ ചെയ്യും. ഇനി അതല്ല, റീൽസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റേഴ്സ് എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്യും. സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തിട്ട് അവര് പിന്നെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് ഐഡിയ, ഈ രീതിയിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ ടീമും ഒരാള് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വീഡിയോ വേണ്ടെന്ന് ഷൂട്ടിന് പോയിട്ട് ഷൂട്ട് എടുക്കും, വീഡിയോ എടുക്കും, ദെൻ എഡിറ്റ് ചെയ്യും, വീഡിയോ പബ്ലിഷ് ചെയ്യും. ഇതാണ്
നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ആസ് എ കോണ്ടന്റ് റൈറ്റർ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ആ നമ്മളിപ്പോൾ ഇത്രയും സ്റ്റെപ്സ് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമ്മളാണോ റെസ്പോൺസിബിൾ ഈ അഡ്വർടൈസ്മെന്റ്സ് ഷൂട്ട് ചെയ്യുന്നതും? അതെങ്ങനെയാണ് ഇത്? ഇപ്പം നമ്മൾ കണ്ടന്റ്സ് അത് ക്രിയേറ്റ് ചെയ്തു, അത് സെപ്പറേറ്റ് ടീമാണോ അതോ നോർമലി വർക്ക്സ് ആസ് എ സിംഗിൾ ടീം? എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? എനിക്കത് ക്ലാരിറ്റി ഇല്ല ഇപ്പോഴും. ഓക്കെ. ഇപ്പോ അത് ഡിപ്പെൻസ് ദ ഏജൻസി. ചില ഏജൻസിയിൽ ജസ്റ്റ് സ്ക്രിപ്റ്റ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് മാത്രമായിരിക്കാം. ചില ഏജൻസിയിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും, വീഡിയോ തന്നെ കൊടുക്കാം എന്നുള്ള ലെവലിൽ ഏജൻസീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂഷ്വലി ഓൾമോസ്റ്റ് ഏജൻസിയിലും ഇപ്പോ ഡിസൈനേഴ്സ് ഉണ്ടാവും, റൈറ്റേഴ്സ് ഉണ്ടാവും, ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും, എഡിറ്റിംഗ് ടീം ഉണ്ടാവും, കംപ്ലീറ്റ് ഉണ്ടാവും യൂഷ്വലി. ഓക്കെ ഓക്കെ. അപ്പൊ അവര് അപ്പോൾ അവരെ അതിനുള്ളൊരു ബഡ്ജറ്റ് കൊടുക്കും. അതെ, ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. മന്ത്ലി ക്ലയന്റ് ഇതാണ് പറയാം, മന്ത്ലി ഒരു ഇത്ര നമ്പർ ഓഫ് കോണ്ടന്റ് അവർക്ക് വേണം എന്ന് പറയും. അപ്പൊ ചില ക്ലയന്റ്സ് ഡെയിലി കോണ്ടന്റ് വേണമെന്ന് പറയും, ചിലര് വീക്ക്ലി ഒരു 3-4 കോണ്ടന്റ്, അല്ലെങ്കിൽ ചിലര് പറയും മന്ത്ലി ഒരു പെർട്ടിക്കുലർ കൗണ്ട് പറയും, 20 അല്ലെങ്കിൽ 25, ആ ഒരു റേഞ്ച് ക്ലയന്റ് പറയും. ആ റേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. എത്ര കൗണ്ട് ക്ലയന്റ് എത്ര കൗണ്ട് പറയുന്നത് അതിനനുസരിച്ചിട്ട്. ഓക്കെ. സോ സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റെപ്പ് 1, കണ്ടന്റ് ക്രിയേഷൻ തൊട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അത് എക്സിക്യൂട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുക, ഇതെല്ലാം ചെയ്യേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഇൻ ജനറൽ, അല്ലേ? ജനറലി അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ഒട്ടുമിക്ക ഏജൻസിയിലുള്ളവരും ഈ ആക്ട് ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിലും ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും, അവരെ കോണ്ടാക്ട് ചെയ്ത് ആ രീതിയിലാണ് ചെയ്യുക. ഓക്കെ. എനിക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു കല്യാണത്തിന്റെ ഒരു കാറ്ററിംഗ് വർക്ക് എടുക്കുന്ന പോലെയാണ്. ചിലർക്ക് എല്ലാം കാണും, കാറ്ററിംഗിന്റെ വർക്ക് മാത്രമല്ല, പന്തലുപണി എല്ലാം കാണും. അതെ, അപ്പൊ അതുപോലെ ഡിപ്പെൻസ്. ഓരോരുത്തർക്ക് ഓരോ. ഇപ്പൊ ചില ക്ലയൻസിന് അവർക്ക് ചിലപ്പോ വെബ്സൈറ്റ് മാത്രം മതിയാവുമായിരിക്കും, ചില ക്ലയൻസിന് വെബ്സൈറ്റും വേണ്ടി വരും, സോഷ്യൽ മീഡിയ മാനേജ്മെന്റും വേണ്ടി വരും. ഡിപ്പെൻസ് ആണ്, ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ. ചിലർക്ക് ജസ്റ്റ് അക്കൗണ്ട് മാനേജ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ ഓക്കെ. ഓൺലൈൻ ആ ഒരു അക്കൗണ്ട് രീതിയിൽ അല്ലേ? ഓക്കെ. അവരുടെ അക്കൗണ്ട് മാക്സിമം ആക്റ്റീവ് ചെയ്ത് വെക്കുക, സ്റ്റോറീസ് ഇടുക, പോസ്റ്റേഴ്സ് ഇടുക, കസ്റ്റമേഴ്സിന് വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുക, ആ രീതിയിൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യണം. എന്തിനാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ അറിയാത്തതായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോണ്ടന്റ് കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നുണ്ടോ, ഇനി അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എങ്ങനെ റീച്ച് കിട്ടുന്നുണ്ടോ, ഇനി അതല്ല അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻസ്പയർഡ് ഐഡിയാസ്. ഇപ്പൊ ഒന്നുമല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഐഡിയാസ് കിട്ടണമെന്നില്ല. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് ഏതെങ്കിലും രീതിയിൽ കോണ്ടന്റ് ചെയ്ത് കാണുമ്പോൾ ഓക്കെ ഇത് കൊള്ളാലോ, ഇത് നമ്മുടേതായ രീതിയിൽ ചെയ്യാം എന്നുള്ള ഐഡിയാസ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ പിന്നെ നമുക്ക് അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും, ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റിനാണ് റീച്ച് കിട്ടുന്നത്, ഏത് ടൈപ്പ് കോണ്ടന്റിന് റീച്ച് കിട്ടുന്നില്ല, ഏതാണ് ട്രെൻഡിങ്ങിൽ ഉള്ളത്. ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇവർ ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് കോണ്ടന്റ് ഉണ്ടാവും, ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ചില കോമ്പറ്റീറ്റേഴ്സ് ഞാൻ പറഞ്ഞ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോണ്ടന്റ്സ് ഉണ്ട്, എൻഗേജിങ് ആയിട്ടുള്ളതുണ്ട്, സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ചില കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോ അവർ പെർട്ടിക്കുലർ ടൈപ്പ് വീഡിയോ കോണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലർ എന്താണ് സെയിൽസ് ഓറിയന്റഡ് മാത്രമായിരിക്കും, ചിലർ ഇൻഫോർമേറ്റീവ് മാത്രമായിരിക്കും. അപ്പോ ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർ ചെയ്യാത്ത എന്താണോ അത് നമുക്ക് ചെയ്താൽ, നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓഡിയൻസിനെ കിട്ടാനുള്ള ചാൻസ് പോകും. ഓക്കെ. അപ്പൊ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എങ്ങനെയാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡോക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ ട്രെൻഡിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയില്?
ഏതൊക്കെ ഏജൻസീസ് ആണ്, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ. കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ട്. മീൻസ് ഇപ്പൊ നമ്മൾ അതിന് കുറെ റിസർച്ച് ചെയ്യേണ്ടി വരും. ആരൊക്കെയാണ് നമ്മുടെ സെയിം ഫീൽഡിൽ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ആരാണുള്ളത്, കുറെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ട്. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുക, ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുക. അവർക്ക് കൂടുതൽ റീച്ച് ചെയ്ത ടൈപ്പ് കോണ്ടന്റ്സിനാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക. അപ്പൊ ആ ഒരു ടൈപ്പ് ഫോളോ ചെയ്താൽ മേ ബി നമുക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഈസ് ഇറ്റ് ഡൺ മാനുവലി ഓർ എന്തെങ്കിലും ടൂളുകളുണ്ടോ? ഇല്ല, ടൂളുകളായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ യൂഷ്വലി നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, നമ്മുടെ ക്ലയൻസിന് ഒരു ഐഡിയ ഉണ്ടാവും കോമ്പറ്റീറ്റേഴ്സ് ആരാന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ എന്റെ ആ ഫീൽഡിലുള്ള ഒട്ടുമിക്ക ക്ലയൻസിന് എനിക്കൊരു അറിവുണ്ടാവും. അപ്പൊ ക്ലയൻസ് നമ്മൾ ഓൾമോസ്റ്റ് അധികവും ക്ലയൻസ് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള 2-3 ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്താൽ മതിയാവും. യൂഷ്വലി അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു കോമ്പറ്റീറ്റർ അനാലിസിന്റെ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇന്നലെ ഞാൻ അങ്ങനെ അജ്മിയുടെ കോണ്ടിനെ പറ്റി നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ അജ്മിക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പൊ അജ്മി എന്ന് പറയുന്നത് ഏത് ഫീൽഡാണ്? ഫുഡ് സെക്ടർ. ഫുഡ് സെക്ടർ. അപ്പോ ആ ഒരു ഫീൽഡിൽ വരുന്ന ബാക്കി നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ ചാൻസുകൾ ആരായിരിക്കും? ഞാനിവിടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നിറപറയും ഈസ്റ്റേൺ ആണ്. മേഡം ആണോ ചെയ്തത് ഇതിന്റെ അജ്മിയുടെ ആഡ്? അല്ലല്ല, ഞാൻ ജസ്റ്റ് അന്ന് നിങ്ങൾക്ക് അജ്മിയുടെ വെച്ചല്ലായിരുന്നു പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ചുമ്മാ ഇപ്പൊ കോമ്പറ്റീറ്റർ അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തു തന്നെയാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഞാനിവിടെ അനലൈസ് ചെയ്ത കാര്യം എന്താണ്? ബ്രാൻഡ് ഐഡന്റിറ്റി. അജ്മി കൂടുതലും അറിയപ്പെടുന്നത് എന്താണ്? ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടുപൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അവര് മാർക്കറ്റിംഗ് ചെയ്യാറ്. പിന്നെ ഹൈജീനിക് പ്രോസസ് ആണ്, മോഡേൺ ഫാക്ടറി, നോ പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള ഐഡന്റിറ്റി. നിറപറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ കുറെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ളവരാണ്. അവർക്ക് അതിൻ്റെതായ ഒരു റെപ്യൂട്ടേഷനും, പിന്നെ റീസെന്റ് അതിപ്പോ വിപ്രോ ആണ് ഓൺ ചെയ്തതെന്ന് ഞാനിപ്പോ ഇത് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്തപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. പിന്നെ ഉള്ളത് എന്താണ്? ഈസ്റ്റേൺ ആണ്. ഈസ്റ്റേൺ കൂടുതലും മസാലാസ് ആണ് അവര് ഫോക്കസ് ചെയ്യുന്നത്, സ്പൈസസ്, ആ രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവർ കൂടുതലും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അജ്മീനേക്കാളും ഒന്നുകൂടെ ബ്രാൻഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന 2 ബ്രാൻഡ്സ് ആണ് നിറപറയും ഈസ്റ്റേൺ. ഓക്കെ, ഇത് എന്റെ ഫൈൻഡിങ്സ് ആണ് കേട്ടോ, ഞാൻ അനലൈസ് ചെയ്തിട്ട് കിട്ടിയ ഫൈൻഡിങ്സ് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടുള്ളത് പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. അജ്മി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. പുട്ടുപൊടി, അപ്പം, ദോശ, ഉപ്മ, ആ ഒരു മറ്റതില്ല എന്നല്ല, ബട്ട് അവർ കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നതും ഒക്കെ ഈ ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. ഈസ്റ്റേൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാലാസ് ആണ്, പിന്നെ റെഡി ടു കുക്ക് ഐറ്റംസും പിക്കിൾസ്, ആ ഒരു കാറ്റഗറിയും കൂടെ ഈസ്റ്റേൺ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിറപ്പറ റൈസ്, മറ്റേതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് റൈസ് എന്ന് പറഞ്ഞ റൈസസ് അവര് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരുടെ പൗഡേഴ്സും അവരും റെഡി ടു മിക്സ് ഐറ്റംസും ഒരുപാട് വലിയ വലിയ റേഞ്ചിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്റെ പ്രൊഡക്റ്റ് റേഞ്ചിൽ ഞാൻ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ ഇവര് രണ്ടുപേരും ചെയ്യുന്ന പോലെ റെഡി ടു ഈറ്റ് മിക്സ് ഐറ്റംസ് അജ്മി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി പ്രൈസിങ്ങിന്റെ കേസ് ആണ്. I have a question. Why is Eastern a competitor here? Eastern's category is completely different from Ajmi or Nirvana for that matter. Why should Eastern be a competitor in this? വെയിറ്റ്, എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ കംപ്ലീറ്റ് ഡിഫറെന്റ് Product completely ആണെന്ന് പറയാൻ different കാരണം? ആണല്ലോ. എങ്ങനെ? Productന്റെ customer പ്രോഡക്റ്റ് ഡിഫറെന്റ് ആണ്, category same അല്ല.
സി ഈസ്റ്റേണിൻ്റെത് ബ്രേക്ക്ഫാസ്റ്റിന്റെ പുട്ടുപൊടി അപ്പം ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. Okay. പക്ഷെ ടാർഗറ്റഡ് ഇനി കസ്റ്റമർ അവരെ ഡിഫറെന്റ് ആണ് ആക്ച്വലി അജ്മീയുടെയും മറ്റവരും. See, for competition, the first thing is it has to be in the same category. Only then you're competing. That is the Okay. basic criteria for, choosing your competitor for doing an analysis. Here, ഓക്കെ Eastern and Ajmi cannot be a competitor at all. Or probably Ajmi, if I'm not wrong, I was just looking at Google, it got like 65% market share. Eastern യെസ് 4 ഷെയർ ഉണ്ട്. Eastern definitely nowhere near their market share, especially in Okay. the category that Ajmi is operating. Eastern has got Okay. more market share in masala segment and all, which is again a ആ അത് ഞാൻ different പറഞ്ഞിട്ടുണ്ട്, category മസാല also. സീക്വൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. So when you're taking two different product category, how it can be called as a competitor is my question. സി Or I want to കാറ്റഗറി know your ഡിപ്പെൻഡ് opinion as ഇല്ല. well. മേ ബി ഓരോരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരാണ്. സോ ഞാൻ ഇവരെ ചൂസ് ചെയ്തു. ഓക്കെ. ഹലോ. Okay, I didn't get any reason. I'm not convinced. So I'm not getting any reason. ഓക്കെ, എനിക്ക് Viewpoint is fine, but what I want to Okay. understand is what is the reason behind that viewpoint. ഓക്കെ, ഞാൻ ഈ ഒരു ഫീൽഡിൽ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈസ്റ്റേൺ നിരപ്പരയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ എടുത്തിട്ടുള്ളത്. Okay. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് പ്രൈസിംഗ് ആണ്. അതുപോലെ പ്രൈസിംഗില് ഒരു ചെറിയ സജഷൻ ഉണ്ട്. നമ്മൾ ഈ ഇപ്പൊ നിങ്ങളിപ്പോ ലാസ്റ്റ് ഒരു 2 to 3 days ക്ലാസ്സിൽ മുഴുവൻ ഈ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈക്ക് എന്താ പറയാ കമ്പാരിസണും കോമ്പറ്റീറ്റർ അനാലിസിസ് ഒക്കെയാണ് പോകുന്നത്. സോ പലരും പല ഡിഫറെന്റ് അല്ല ഇപ്പൊ ഈവൻ ഇന്നത്തെ ഒരു ക്ലാസ് നോക്കുവാണെങ്കിൽ അതിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ് പോകുന്നത്. ലാസ്റ്റ് ഇന്നലത്തെ ക്ലാസ്സും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിരുന്നു, അതിന് മുന്നേ ഉള്ളതും. അപ്പം ഡിഫറെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഡിഫറെന്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ സർവീസ് സെക്ടറിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ചിലരുണ്ടാവും പ്രൊഡക്റ്റിലുണ്ടാവും. അപ്പം ക്ലാസ് എടുക്കുമ്പോൾ ഐ മീൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കാണെങ്കിലും നമ്മൾ ക്ലാസ്സസ്, കാരണം ഈ പ്രൊഡക്റ്റ് മാത്രം പോകുമ്പോൾ മറ്റുള്ള സെക്ടേഴ്സിലുള്ള ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടാവില്ല, പറ്റണമെന്നുണ്ടാവില്ല. ഒരു ജനറലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു സജഷൻ ആണ്. ഓക്കെ താങ്ക് യു. ജസ്റ്റ് ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന ടാസ്ക് ഒരു സർവീസ് റിലേറ്റഡ് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടാസ്ക് ആണ്. അവിടെ പ്രൊഡക്റ്റ് അല്ല, ഞാൻ ആ രീതിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, ഇവിടെ പ്രൈസിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഡീസെന്റ് അജ്മിയുടെ ഡീസെന്റ് പ്രൈസ് തന്നെയാണ്. ഭയങ്കര പ്രീമിയം ഒന്നും അല്ല. ജർബറേത് സംടൈംസ് സ്ലൈറ്റ് പ്രീമിയം ആണ്. ഈസ്റ്റേണ്ടതും ബ്രോഡ് റേഞ്ച് ആയിട്ടാണുള്ളത്. ഇനി പ്രൈസ് വൈസിൽ അജ്മിക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണമെങ്കിൽ നോക്കാം എന്നുള്ള സജഷൻ പോലെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീച്ച് ആണ്. അജ്മിയുടെ കുറച്ചുകൂടെ കേരളയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, GCC മലയാളി മാർക്കറ്റ്സിലും. പിന്നെ നിറമര ഒക്കെ കുറച്ചുകൂടെ എനിക്കൊന്ന് ഒരുപാട് നാളായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇന്ത്യയിലും ഇന്റർനാഷണലും ഒക്കെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈസ്റ്റേണിനും ഔട്ട്സൈഡ് കേരള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. സോ അജ്മിക്കും ആ ഒരു രീതിയിൽ ഒരു ഇന്റർനാഷണൽ ലെവല് മാർക്കറ്റ് ചെയ്താൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. പിന്നെ ഈ പറഞ്ഞ പോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇൻസ്റ്റാമാർട്ടിലൊക്കെ അവൈലബിൾ ആയാല്. പിന്നെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. എന്താണ് ഹൈജീൻ, നോട്ടിസിറ്റീസ്, ആ ഒരു വേർഡ്സ് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. ദെൻ ലാസ്റ്റ് എന്താണ് കൺക്ലൂഷൻ എന്നുള്ള ജസ്റ്റ് ഒരു ടേബിൾ പോലെ എന്ത് ചെയ്തു ചെയ്യും. ഓക്കെ, അപ്പോ ഒരു ബ്രാൻഡ് എടുത്തിട്ട് ഡിഫറെന്റ് ഫീൽഡിൽ അവരെന്താണ് എങ്ങനെയാണ് നോക്ക് അനലൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക കോമ്പറ്റിറ്റർ അനാലിസിസ് നമ്മൾ ചെയ്യാം. ജസ്റ്റ് ഗൂഗിൾ ഡോക്സിൽ ചെയ്താലും മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഷീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ടേബിൾ ആയിട്ട് ചെയ്താലും മതി, സിമ്പിൾ ആയിട്ട്.
ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മളിങ്ങനെ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് അഡ്വർടൈസ്മെന്റ്സിന് ഉപയോഗിക്കാം. കോമ്പറ്റീറ്റേഴ്സ് അതെ. എങ്ങനെയാണ് അവർ റീച്ച് ചെയ്യുന്നത് കസ്റ്റമേഴ്സ്. 2, എന്തെങ്കിലും പോരായ്മകളുണ്ട്, ഓക്കെ, അജ്മീർ പ്രത്യേക സെക്ടറിൽ അവർക്ക് വീക്കാണ് അല്ലെങ്കിൽ അവർക്ക് പ്രസൻസ് ഇല്ല എന്നുള്ള കാര്യം അതെ. ആ ഒരു ഫീഡ്ബാക്ക് വരെ തിരിച്ച് കമ്പനിക്ക് മനസ്സിലാക്കിയിട്ട് കൊടുക്കാം. അവർ മാർക്കറ്റിംഗ് ടീം ദേ ക്യാൻ ടേക്ക് ദ നെസസറി ആക്ഷൻ ഫോർ ദാറ്റ്. യെസ്, കറക്റ്റ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കോമ്പറ്റീറ്റർ അനാലിസിസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി കോണ്ടന്റ് കലണ്ടർ എന്തിനാന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. നമുക്ക് ഒരു മാസത്തിലേക്ക് കോണ്ടന്റ് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ ഈ കോണ്ടന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട കുറെ കോണ്ടന്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഫെസ്റ്റീവ് തീം ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്യേണ്ട വർക്ക്സ് ആയിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് ടൈം കിട്ടും. ഇനിയിപ്പോ വീഡിയോസ് ആണ്, ഇപ്പൊ ഒരു 3 ക്ലയന്റ് ഉണ്ട്. 3 ക്ലയന്റിനും ഇപ്പോ നെക്സ്റ്റ് എന്താ വരാൻ പോകുന്നത്, ക്രിസ്മസിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവ് വീഡിയോസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോ ഞാൻ ആ മന്ത് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ മന്ത് ഒരു പകുതി ആയിട്ട് ശേഷം ഈ വർക്കിൽ ഇരുന്നാൽ ഒരിക്കലും 25th ആകുമ്പോഴേക്കും നമുക്ക് ഔട്ട് കിട്ടില്ല, നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ ഞാൻ ഈ 3 ക്ലയൻസിന് വേണ്ടിയിട്ടും സ്ക്രിപ്റ്റ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ടീമിന് അത് പോയിട്ട് വീഡിയോ എടുക്കാനും, വീഡിയോ എടുത്തുകൊണ്ട് മാത്രമാവില്ല, എഡിറ്റ് ചെയ്യാനും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യാനും, ഇനി ഔട്ട് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ്സ് വരാം, എന്തെങ്കിലുമൊക്കെ സജഷൻസ് വരാം ക്ലയൻസിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യമേ അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ചില ടൈമിൽ നമുക്ക് കണ്ടന്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ട് ഇനിയിപ്പോ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ഫേമസ് ഉള്ള ആൾക്കാർ മരിക്കുകയാണെങ്കിൽ അവരൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ ഇടേണ്ടി വരാം. അതല്ല എന്തെങ്കിലും ഇൻ കേസ് ഒരു പ്രത്യേക എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് കണ്ടന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ അത്ര വലിയ വർക്ക് പ്രഷർ വരത്തില്ല. ഓക്കെ. പിന്നെ ഈ കോണ്ടന്റ് കലണ്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഓർഗനൈസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ കോണ്ടന്റ് ഇതിൽ ഉണ്ടാവുക. നമുക്ക് മുന്നേ ചെയ്ത ഒരു വർക്ക് പിന്നെയും എടുത്തു നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കണ്ടന്റ് കലണ്ടറിൽ നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും. എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചൊന്നും നോക്കേണ്ടതില്ല, ജസ്റ്റ് ആ കലണ്ടർ നോക്കി അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിലൊക്കെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഫ്രെയിംവർക്ക് എന്ന പ്രോസസ്സ് ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുന്നത്. റൈറ്റേഴ്സ്, ഡിസൈനേഴ്സ്, പ്രൊഡക്ഷൻ ടീം, എഡിറ്റിംഗ് ടീം, ഒരുപാട് പേര്. അപ്പോ ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു സ്ലോ ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കലണ്ടർ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് വർക്ക് സ്ലോ ആവുന്നത്. റൈറ്റർ ആണ് ആദ്യം കണ്ടന്റ് കൊടുക്കുക, എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി റൈറ്റർ ആണോ സ്ലോ ആവുന്നത്, അതോ റൈറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടും ഡിസൈനിങ്ങിലാണോ സ്ലോ ആവുന്നത്, അല്ലെങ്കിൽ വീഡിയോയുടെ ഷൂട്ടിന്റെ അവിടെയാണോ സ്ലോ ആവുന്നത്, എഡിറ്റിംഗ് ടീമിലാണോ സ്ലോ ആവുന്നത്, എവിടെയാണ് വർക്ക് സ്ലോ ആവുന്നത് എന്നുള്ളത് നമ്മുടെ അതോറിറ്റീസിന് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ കോണ്ടന്റ് സ്റ്റാറ്റസ്, നമ്മൾ ചെയ്ത വർക്ക് പബ്ലിഷ് ചെയ്തോ, അതോ പെൻഡിങ്ങിലാണോ, അല്ലെങ്കിൽ റീവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഡേറ്റും ടൈം കറക്റ്റ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഉള്ള കണ്ടന്റ് നമ്മൾ കിട്ടിയിട്ടുണ്ടോ, അവർക്ക് പറഞ്ഞിപ്പോ ചിലര് ഡെയിലി വേണ്ടി വരും, ആ ഡെയിലി കണ്ടന്റ് നമുക്ക് കയ്യിലുണ്ടോ, എവിടെയാണ് പ്രശ്നം വരുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ കണ്ടന്റ് കലണ്ടർ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതിലൂടെ നമ്മുടെ കണ്ടന്റ് കൂടുതലും കൺസിസ്റ്റന്റ് ആയിരിക്കും, പ്ലസ് നമ്മുടെ ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇതുവരെ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.
ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ചാർജ് വെച്ചിട്ട്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? കണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, അതായത് നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മൾ അവരുമായിട്ട് കരാർ ഒപ്പിട്ടതിന് ശേഷം നമ്മളത് എടുക്കുകയാണ്, വർക്ക് എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഇറ്റ്സ് ഫോർ 1 year. ഓക്കെ, അപ്പം നമ്മൾ 1 yearലേക്ക് അവർക്ക് ഹലോ, വേണ്ടി ഹലോ, കെൻ യു ഹിയർ മീ? ആ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പം നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു വർക്ക് എടുക്കുകയാണ്, ലെറ്റ്സ് സേ ഫോർ 1 year. ഓക്കെ ഓക്കെ, 1 yearലേക്ക് നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കാണിക്കുക, പേജസ് മാനേജ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതായത് അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ അതിൽ കണ്ടന്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി മോശമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ദ ക്രെഡൻഷ്യൽസ്. അപ്പോൾ അവർക്ക് ഇപ്പം അതിന് മുമ്പ് ചെയ്ത ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ചെയ്തിട്ട് പോയതായിരിക്കാം, ഒരു പക്ഷേ പകുതിക്ക് ചെയ്തിട്ട് പോയായിരിക്കാം, അവർ വർക്ക് ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കാം. അവർ വെബ്സൈറ്റ് ഉണ്ട്, പക്ഷേ ദേ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് ദ ഡൊമൈൻ നെയിം. ബട്ട് വെബ്സൈറ്റ് ഒന്ന് റീവർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും അഡ്മിൻ പാനലും കാര്യങ്ങളും വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ ഓക്കെ. തന്നെയാണോ എടുക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തന്നെയാണോ അത്? ഹോസ്റ്റിംഗ് ഒക്കെ നമ്മൾ തന്നെയാണോ എടുക്കുന്നതെന്നാണോ ഹോസ്റ്റിംഗ് ചോദിച്ചത്? മാത്രമല്ല, വെബ്സൈറ്റിന്റെ. ഇതിപ്പോൾ ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ ചെയ്തു, ഒരു വർക്ക് ചെയ്തു, ആ കമ്പനിക്ക് വേണ്ടി കംപ്ലീറ്റ്ലി എല്ലാം ക്രിയേറ്റ് ചെയ്തു, വെബ്സൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് ഞാനൊരു കാര്യം എവറിത്തിങ്. പറയട്ടെ. ജസ്റ്റ് വെബ്സൈറ്റ് ഒരിക്കലും ക്രിയേറ്റ് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ SEO ചെയ്യണമല്ലോ. അപ്പോൾ ഈ വെബ്സൈറ്റിന്റെ ഹാൻഡ്ലിംഗ് കയ്യിൽ വേണമല്ലോ, കറക്റ്റ്. നമ്മൾ ചെയ്തെന്ന് കൂട്ടിക്കാം, ലെറ്റ്സ് ക്രെഡൻഷ്യൽസ് വി ആർ വേണമല്ലോ. ഡൂയിങ് ദാറ്റ്. നമ്മൾ തന്നെ ചെയ്യാൻ ഓക്കെ. കൂട്ടിക്കാം. നമ്മൾ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി, എല്ലാം നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലായിടും പ്രസൻസും ഉണ്ട്, അതിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം ഉണ്ട്. നമ്മൾ കീപ്പ് ചെയ്യണം ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. കമ്പനി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഓക്കെ. ഇതിലേക്ക് നമ്മുടെ കരാർ കഴിയുമ്പോൾ നമ്മളിതെല്ലാം കൈമാറത്തില്ലേ കമ്പനിക്ക്, ഇതെല്ലാം അവർക്ക് ക്രെഡൻഷ്യൽസ് കൈമാറിയിട്ട് യെസ്. പോകുന്നില്ലേ? സോ ആ ദാറ്റ് നെക്സ്റ്റ് ടീമിന് വർക്ക് ചെയ്യാം, ഈസി ആയിരിക്കും. യെസ്, ഈസി ആയിരിക്കും. അതെ, ഇപ്പൊ ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഈസി എന്ന് പറയാൻ പറ്റില്ല. ഈ വെബ്സൈറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, SEOനൊക്കെ അവര് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തും. മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും കീവേഡ്സ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് അവർ വരുത്തും, വെബ്സൈറ്റിൽ കോണ്ടന്റ് ആയാലും ഒക്കെ. വെബ്സൈറ്റ് മാനേജ്മെന്റ് നമ്മളാണോ ചെയ്യുന്നത് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, അതോ സെപ്പറേറ്റ് ടീം ഉണ്ടാവോ? ഡിപ്പെൻസ് ആണ്. അത് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എല്ലാ ഏജൻസിയിലും മേ ബി അങ്ങനെ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ആളുണ്ടാവണം എന്നില്ല. ഡിപ്പെൻസ് ആണ്. യൂഷ്വലി എല്ലായിടത്തും ഉണ്ടാവും, SEO സ്പെഷ്യലിസ്റ്റും ഉണ്ടാവും, പിന്നെ വെബ്സൈറ്റ് ഡെവലപ്പർ ഒക്കെ ഉണ്ടാവും. എനിക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കാൻ ചോദിക്കുന്നത്. ഇല്ല, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയാനുള്ള എനിക്കറിയെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യല്ലോ ഉറപ്പായിട്ടും. അത് കുഴപ്പമില്ല, ഡൗട്ട്സ് ചോദിച്ചു. Sure. കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ് കളക്ടർ എന്താണ്, സ്ട്രാറ്റജി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ടീം അലൈൻമെന്റ് എവിടെയാണ്, ഏത് ടീമിന്, ഇതൊരു ടീം വർക്കാണ്. എല്ലാ കണ്ടന്റ് റൈറ്റേഴ്സ്, ഡിസൈനേഴ്സ്, എഡിറ്റേഴ്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു ടീം വർക്കാണ്. അപ്പൊ ആ ഒരു വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനൊക്കെ കണ്ണുകൾ ഭയങ്കര ഈസി ആയിരിക്കും. എവിടെയാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ് കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ളത്, അത് നമുക്ക് പിന്നെയും ആ രീതിയിൽ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റും. ഇനി ഹൗ ടു ബിൽഡ് എ കോണ്ടന്റ് ക്രിയേഷൻ ഫ്രെയിംവർക്ക് എന്നാണ്. ഇപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ഡെവലപ്പ് കോണ്ടന്റ് പില്ലേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോണ്ടന്റ് നമ്മൾ ചെയ്തു, അതില് ചിലപ്പോ ഒരു 10 ടൈപ്പ് ചെയ്തിട്ട് അതിൽ ചിലപ്പോ ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ആയിരിക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. അത് ഏതാണ്, അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ദെൻ അത് നമുക്ക് ഫോളോ ചെയ്ത് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റിൽ മേക്ക് ചെയ്ത് പിന്നെ ഫ്യൂച്ചറിൽ കോണ്ടന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രൊഡക്ഷന്റെ സിസ്റ്റം, വർക്ക് ഫ്ലോ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം.
ഓക്കെ ആണോ? ഒരു ഫ്രഷറായിട്ട് കയറുവാണെങ്കിൽ, ജോലിക്ക് കയറുവാണെങ്കിൽ ഈ ഫീൽഡിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയായിരിക്കും പണി ഇത് വരുന്നത്? ഇതൊക്കെ ഇങ്ങനെയുള്ള വർക്കുകൾ തരുമോ അന്നേരം ഫ്രഷറായിട്ട് കയറുവാണെങ്കിൽ? അത് നിങ്ങളുടെ ജോബ് റോളിനനുസരിച്ചിട്ടാണ്. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ചെയ്യേണ്ടി വരും. മേ ബി ആ ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ട് മേ ബി നിങ്ങൾ കോൺഗ്രിഗേഷൻ ചെയ്യേണ്ടി വരും, SEO ചെയ്യേണ്ടി വരും, വേർഡ്പ്രസ് ചെയ്യേണ്ടി വരും, SMM ചെയ്യേണ്ടി വരും, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും, ആഡ്സ് റൺ ചെയ്യേണ്ടി വരും. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ എന്നാണ് നിങ്ങളുടെ ജോബ് റോൾ എങ്കിൽ മേ ബി ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങളൊരു കണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു SMM സോഷ്യൽ മീഡിയ മാനേജർ, അതല്ല പെർഫോമൻസ് മാർക്കറ്റർ, അങ്ങനെ ഒരു പ്രത്യേകം ജോബ് റോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വർക്ക്സ് മാത്രം ചെയ്യാനുണ്ടാവും. തുടക്കത്തിൽ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറയുമോ? അതോ ഒരു അസിസ്റ്റന്റ് എങ്ങനെ? ആയിട്ട് അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറയുമോ? അങ്ങനെ അത് ഡിപ്പെൻസ് ആണ്, കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണ് വർക്ക് കൾച്ചർ ഒക്കെ ഓരോ കമ്പനിയും ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഓക്കെ ആണോ? ഈ പറഞ്ഞ പോയിന്റ്സ് ഓക്കെ ആണോ? ഞാൻ വേറൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ടാർഗറ്റ് ഓഡിയൻസ്, ഡിഫറെന്റ് സ്റ്റേജസിലുള്ള ടാർഗറ്റ് ഓഡിയൻസ്. ഒരു കലണ്ടർ, നല്ലൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പുതിയ ക്ലയന്റ് ആണെന്ന് വിചാരിക്കുക. ആ ക്ലയന്റിന് കറന്റ്ലി അക്കൗണ്ട്സോ അല്ലെങ്കിൽ അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫ്രഷ് ക്ലയന്റ് ആണ്. അവർക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? അവയർനെസ് ആണ് ഓഡിയൻസിന് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് വീക്കില് കംപ്ലീറ്റ് കോണ്ടന്റ് ക്ലയന്റിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് പ്ലാൻ ചെയ്യും. സെക്കൻഡ് വീക്ക് ആ അവയർനെസ്സിന്റെ റിസൾട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ എത്രത്തോളം റീച്ച്, എത്രത്തോളം വ്യൂസ് കിട്ടി, അത് അവയർനെസ് സ്റ്റേജ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കൺസിഡറേഷൻ സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് മേക്ക് ചെയ്യാം. പിന്നെ അതിന്റെ റിസൾട്ട് നോക്കി അതും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്, ഓഡിയൻസിലേക്ക് എത്തി, ലീഡ്സ് ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്, അതും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓഡിയൻസിന്റെ ഡിസിഷൻ സ്റ്റേജിലേക്കുള്ള കോണ്ടന്റ്സ് മേക്ക് ചെയ്യാം. അപ്പൊ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വർക്ക് കുറച്ചുകൂടെ ഈസി ആവും. ഇതുപോലൊരു കോണ്ടന്റ് കലണ്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? യെസ്, ഈ കണ്ടന്റ് മൊത്തത്തിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ഷെയർ ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ PPTs എല്ലാം കൂടെ ഒരു എനിക്ക് ഇടുവാണെങ്കിലേ. ഓക്കെ ഞാൻ അതെന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് നിങ്ങളുടെ നമ്പേഴ്സും ഇതൊന്നുമില്ല. ഞാൻ അത് ടിപ്സിന് ഷെയർ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്തോളാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? പിന്നെ റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും? യെസ്, സോ ഫാർ ഗുഡ്. ഞാൻ ജസ്റ്റ് ഒരു കോണ്ടന്റ് കലണ്ടർ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് കലണ്ടർ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം. ഇത് മേക്ക് ചെയ്യുക. എക്സൽ ഷീറ്റ് അറിയായിരിക്കല്ലോ അല്ലെ എല്ലാവർക്കും? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കല്ലോ അല്ലെ? എക്സൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കലണ്ടർ സാധാരണ മേക്ക് ചെയ്യാറ്. ഇതില് ആദ്യം ഒരു ബ്ലാങ്ക് ഫയൽ എടുക്കുക. ദെൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, അതിലേതെങ്കിലും സെലക്ട് ചെയ്തിട്ട് അത് പിന്നെ കസ്റ്റമൈസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് നിങ്ങളുടേതായ സ്റ്റൈലിൽ ചെയ്യണമെന്നാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ മേക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ
ഈസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഫിക്സ്ഡ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇനി ഫസ്റ്റത്തെ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കോണ്ടന്റ്, എന്ത് സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഫസ്റ്റത്തെ കോളം. സെക്കൻഡ് കോളത്തിൽ ടോപ്പിക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് കോളം, ടോപ്പിക് എന്ന് പറഞ്ഞ കോളം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടൈപ്പ്. ഡിഫറെന്റ് ഫോർമാറ്റ്സിലെ കോണ്ടന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റീൽസ് ആവാം, ലോങ് വീഡിയോ ആവാം, പോസ്റ്റേഴ്സ് ആവാം, കാരോൾസ് ആവാം, എന്ത് വേണേലും ആവാം. അതിൽ ഏതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ കോണ്ടന്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, പ്രോസസ്സിലാണോ, അണ്ടർവ്യൂലാണോ, പബ്ലിഷ്ഡ് ആയോ, എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് കോളം. ദെൻ ഏത് ഡേറ്റിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞൊരു കോളം കാണാം. അവിടെ നമ്മൾ ചെയ്ത വർക്ക് ഫയൽ ഉണ്ട്. വർക്ക് ഫയൽ അല്ല, നമ്മുടെ ഇപ്പൊ സ്ക്രിപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിന്റെ ഒരു ഡോക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ ഡോക്സിലാണ് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യാം. ആ സ്ക്രിപ്റ്റിന്റെ ഡോക്ക് ഇവിടെ കൊടുക്കാം. അതല്ല ഫൈനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോന്റെതാണെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്, പോസ്റ്ററിന്റെ ഒരു ലിങ്ക് ഉണ്ടാവില്ലേ, ആ ലിങ്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ ആർക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് റൈറ്റേഴ്സിനെ. ഒരു ഏജൻസിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത്രയും ടൈപ്പ് ഓഫ് കോണ്ടന്റ് കോളംസ് ഒക്കെ വേണ്ടി വരാം. റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏത് റൈറ്റർ, ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ഏത് റൈറ്റർ, ഏത് ഡിസൈനർ, ഏത് എഡിറ്റർ, ആ രീതിയിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ എവിടെയാണ് വർക്ക് സ്ലോ ആവുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് എൻലാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടന്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുക്കാം. അത് കോണ്ടന്റ് ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ് ഉണ്ട് എന്നുള്ളത്. അവയർനെസ് ആണോ, അവയർനെസ് ടൈപ്പ് ആണോ, എൻഗേജിങ് ആണോ, എഡ്യൂക്കേറ്റീവ് ആണോ, അതല്ല ഇൻഫോർമേറ്റീവ് ആണോ, പിന്നെന്താണ് ആഡ്സ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണോ, അങ്ങനെ എന്താണെന്നുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഭയങ്കര സിമ്പിൾ ആയിട്ടല്ലേ ഉള്ളത്. ഏതൊരാൾക്കും ഇതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, 10-ാം തീയതി ഒക്ടോബർ 10-ന് ഈ ഒരു എന്താണ് റീൽസ് വിത്ത് കേരള ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസർ കൊളാബ് റീലാണ് പോവേണ്ടത്. അതെന്താണ്, ഇൻ പ്രോഗ്രസ്സിലാണ്. ഇനി ഇവിടെ അതിന് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഉണ്ടാവും. ഇത് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ ആളുടെ പേരും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് വേറൊരു കാര്യത്തിനും കൂടെ ഈസിയാണ്. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരാള് റിസൈൻ ചെയ്ത് പോയി, അവിടെയുള്ള കണ്ടന്റ് റൈറ്റർ റിസൈൻ ചെയ്ത് പോയി, വേറൊരാൾ വന്നു, എന്നാലും അവിടുത്തെ വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് നടക്കും. ഇതുപോലെ ഒരു കോണ്ടന്റ് കലണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്താൽ ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, മുന്നേ ഉള്ള ആൾ ഇതൊക്കെയായിരുന്നു ചെയ്തു വെച്ചെന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇനി അതല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ ഏതെങ്കിലും മാസം ചെയ്ത വർക്കിന്റെ ലിങ്ക് ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ഏതെങ്കിലും സ്ക്രിപ്റ്റിന്റെ ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിന്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ കലണ്ടർ എടുത്തിട്ട് അതിൽ നമ്മളിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ഫയലിന്റെ, അതിൽ പോയിട്ട് എടുക്കാം. ഇനി അവിടെ എന്തെങ്കിലും ചേഞ്ചസ്, ആ ഫയലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ അതിനും ഈസി ആയിട്ട് ചെയ്യാം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കലണ്ടർ കണ്ടിട്ട് ഇത് നമ്മൾ എങ്ങനെയാ എടുക്കുന്നത്? ഇത് ഷീറ്റിനകത്ത് പോയിട്ട് ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം. എങ്ങനെയാണ് ഇത് ഈ ഒരു ഫോർമാറ്റിൽ എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം. അല്ലാതെ ഈ ഒരു കലണ്ടറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ ഇന്റേണലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഇന്റേണലി കീപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റ് ആണ് അല്ലേ, ഒരു വർക്ക് ട്രാക്ക് ചെയ്യാൻ. അതെ, വർക്ക് ട്രാക്ക് ചെയ്യാന്ന് മാത്രമല്ല, നമ്മൾ ഈ ഷീറ്റ് ആദ്യം മേക്ക് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇത്രയും കോളം വേണമെന്നില്ല, ഇവിടം വരെയുള്ള കോളം മാത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലയന്റിന്റെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, ഏജൻസിയും ക്ലയന്റും ആയിട്ടുള്ള, ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് ക്ലയന്റിനോ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പ്ലാൻ ചെയ്ത കോണ്ടന്റ്സ് അവർക്ക് ഓക്കെ ആണോ എന്ന് നോക്കും. ഇപ്പൊ ഈ ഡേറ്റിൽ ഇന്ന കോണ്ടന്റ് ആണ് എന്നുള്ളത് ക്ലയന്റിന് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം കലണ്ടറിൽ. പിന്നെ അതിൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ബേസിക്കലി നമ്മുടെ വർക്ക് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കലണ്ടർ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കലണ്ടറിന്റെ?
എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ കലണ്ടർ എങ്ങനെയാണ് എടുക്കുന്നത്, എന്താണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. യൂഷ്വലി ഇത് okay. എത്ര ടൈം എടുക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഐറ്റംസ് ലെറ്റ്സ് സേ ഇൻഫ്ലുവൻസർ കൊള്ളാമല്ല, ലെറ്റ്സ് സേ ഫോർത്ത് വൺ ബ്രാൻഡ് സ്റ്റോറി, അജ്മി സ്റ്റോറി, Yes. അതൊരു ലോങ് വീഡിയോ ഉണ്ടാക്കുന്നു, അണ്ടർ റിവ്യൂ പ്രോസസ്സ്, ഇതെല്ലാം ഒരു കംപ്ലീറ്റ് സൈക്കിൾ നോർമലി എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹൗ ലോങ് ഇറ്റ് വിൽ ഓക്കെ. ടേക്ക്? എങ്ങനെ അത് ആ ഒരു വീഡിയോക്ക് മാത്രം എത്ര എക്സിക്യൂഷൻ ടൈം പറയാം. എടുക്കും അങ്ങനെയാണോ? ആ വീഡിയോയുടെ കണ്ടന്റ് അത് അല്ല, ഡിപ്പെൻസ്. വീഡിയോയുടെ ഔട്ടിന് എത്ര ടൈം എടുക്കുന്നാണോ? ടോട്ടൽ വർക്ക്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ലെറ്റ്സ് സേ ഒക്ടോബർ 18-നാണ് എനിക്ക് തോന്നുന്നത്, തോന്നുന്നു എഴുതിയിരിക്കുന്നത്. ഒക്ടോബർ 18-നാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പബ്ലിഷ് ചെയ്യാൻ അല്ലേ? ഓക്കെ. അപ്പോൾ അത് എത്ര അത് നാൾ എടുക്കും അത് കംപ്ലീറ്റ് ആണ്? അന്നത്തേക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം മുമ്പ് അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുന്നേ നെക്സ്റ്റ് മന്ത് ഒരു ഡിസംബറിലേക്കുള്ള കണ്ടന്റ് ആണ് നമ്മൾ വേണ്ടത്, ചെയ്ത് തുടങ്ങേണ്ട വർക്ക് ചെയ്ത് തുടങ്ങേണ്ടതെങ്കിൽ നമ്മൾ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസത്തെ നവംബറിൽ പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഒരു വർക്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് കുറച്ചുകൂടെ ടൈം എടുക്കുക, ലോങ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കൂടുതൽ ടൈം എടുക്കുന്ന വർക്ക്സിന് പ്രയോറിറ്റി കൊടുക്കും. എന്നിട്ട് അത് ആദ്യം ചെയ്ത് പോവാണ് ചെയ്യുക. യൂഷ്വലി ഞാനൊക്കെ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യാറ്. അപ്പോ നമുക്ക് ടൈമിങ്ങിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ് മാത്രമല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറീസ് ആയിട്ട് ഇടാൻ കോണ്ടന്റ്സ് ഇടാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതും കൂടെ ഇതിൽ മെൻഷൻ ചെയ്യാം. ഈ ടൈപ്പിന്റെ ഇവിടെ സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഡേയ്സിൽ ഈ സ്റ്റോറീസും നല്ലതാണല്ലോ, ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ അതും വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. എന്ത് തരം കണ്ടന്റ് ആണെങ്കിലും നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ നെയിം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ ഡയറക്ട്ലി? ഏയ് നോ. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കോമ്പറ്റീറ്റേഴ്സിന്റെ പേര് ഒരു അഡ്വർടൈസ്മെന്റ്സിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു AI ടൂളാണ്. അവർ ക്ലിയർ ആയിട്ട് പറയുന്നത് വി ആർ ബെറ്റർ ദാൻ ചാറ്റ് GPT. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ അത് കോമ്പറ്റീറ്റർ ആണോ അവരുടെ? അല്ല, വേറെ എനിക്കൊന്ന് പെർപ്ലക്സിറ്റിയുടെ എന്തൊരു പെർപ്ലക്സിറ്റി. ഓക്കെ. സാധാരണ അങ്ങനെ പൊതുവെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. ചില ഞാൻ കണ്ടിട്ടുണ്ട് പത്രത്തിൽ, ഞാൻ അങ്ങനെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാ എനിക്ക് എന്താ അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെ. ഏതൊരു ഡിറ്റർജന്റിന്റെ ഞാൻ ഒരിക്കലും ഇതുപോലെ കണ്ടിട്ടുണ്ട്, സർഫ് എക്സിലോ അങ്ങനെ എന്തോ ഒരു പ്രൊഡക്റ്റിന്റെ. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് മറ്റേ കമ്പനീന്റെ പേര് ഈവൻ പറയുന്നുണ്ട്. അവര് പറയുന്നത് ആണോ മറ്റേത് മോശമാണെന്നല്ല, വി പ്രൊവൈഡ് എക്സ്ട്രാ അവരെക്കാളും ബെറ്റർ എന്നാണ്? ബെറ്റർ എന്നുള്ള രീതിയിലാ. ഓക്കെ. പൊതുവെ കുറവാണ്. കൂടുതലും ഈ കൊമേഴ്ഷ്യലേഴ്സ് ആണെങ്കിലും പോലും വേണമെങ്കിൽ ആ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിന്റെ എന്താണ് സെയിം കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അവരുടെ Shade ചെയ്ത് പേര് കാണിക്കും. അങ്ങനെ കാണിക്കാറില്ല. ആ. ബ്ലർ ആക്കിയിട്ടോ അല്ലെ ആ രീതിയിലൊക്കെയാണ് സാധാരണ കാണാറ്. ഇതിൽ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് പ്രൊഡക്റ്റിന്റെ വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളിപ്പോ സർവീസസ് ആണ് നിങ്ങളിപ്പോ പ്രൊഡക്റ്റ് സെല് ചെയ്യല്ല, നിങ്ങൾക്ക് ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെസ്റ്റോറൻറ്റ്സ് എന്താണ് പ്രൊഡക്റ്റ് അല്ല, അവർ സർവീസ് ആണ് ചെയ്യുന്നത്, ഫുഡ് സെർവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അവരും എങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്, അവരെ ഏത് ഫ്രീക്വൻസിയിലാണ് കോണ്ടന്റ്സ് പബ്ലിഷ് ചെയ്യുന്നത്, അതും നോക്കാം. അതിനും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ്. ഓക്കെ. ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ ആദ്യം ഇതുപോലെയാണ് ഗൂഗിൾ എടുക്കുമ്പോൾ ഉണ്ടാവുക. ഇതില് ജസ്റ്റ്
ഇവിടെ പോയാല് ഇവിടെ കണ്ടോ ഷീറ്റ് എന്ന് കണ്ടോ, ഇതിൽ ഡോഗ്സ്, ഇതിലാണ് ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോഗ്സ് യൂസ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയുള്ളത് എക്സൽ ഷീറ്റ്. ഇത് എടുക്കുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു എന്താണ് ഇന്റർഫേസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എന്ന് കൊടുക്കുക. അപ്പോ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സൽ ഷീറ്റ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓരോരോ സെല്ല് ഉണ്ടല്ലോ, ഈ സെല്ലിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടേബിൾ മേക്ക് ചെയ്യാം. ഇനി അതല്ല, കുറച്ചുകൂടെ ഈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാൻ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ കോണ്ടന്റ് ട്രാക്കർ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ആ ടെംപ്ലേറ്റ് വന്നോളും. ദെൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഇവിടെ എന്താ ഇങ്ങനെ ഒരു കോണ്ടന്റ് കലണ്ടറിന്റെ ഫോർമാറ്റിൽ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ കോണ്ടന്റ് എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കോണ്ടന്റ് ബക്കറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ അതേപോലെ ഈ ഹെഡിങ്ങിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഇനി അതല്ല, എനിക്ക് ഈ ഒരു കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ ഈ കോളത്തിന്റെ താഴെ വേറൊരു റോ വേണമെന്നോ, പിന്നെ ഈ കോളം ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഓണർ ഈ ഒരു കോളം ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഡിലീറ്റ് ടേബിൾ കോളം കൊടുത്താൽ ആ കോളം പോകും. ഇനി പോസ്റ്റ് ഡേറ്റ്, ഇതൊക്കെ കറക്റ്റ് ഡേറ്റിന്റെ ഫോർമാറ്റിൽ തന്നെ വരും. അവിടെ ജസ്റ്റ് ഒന്ന് പോയാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഏത് ഡേറ്റ് ആണ് വേണ്ടത്. അപ്പൊ അവിടെ ഡേറ്റിന്റെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഡാറ്റ വന്നോളും. ഇനി ഇവിടെ കണ്ടോ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഡോക്സിന്റെ പേര്, നമ്മൾ ചെയ്ത ഡോക്സിന്റെ പേരുകൾ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എന്റെ ഇപ്പൊ ഓൾറെഡി ഇവിടെ കുറച്ച് ഡോക്സ് ഞാൻ ചെയ്തുകൊണ്ട് അതിന്റെ ഇതാണ് വന്നത്. ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ആ ഡോക്ക് അവിടെ വന്നോളും. ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ട്സോ റിമാർക്കോ അല്ലെങ്കിൽ ഇനി കോണ്ടന്റ് കലണ്ടറിൽ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളതായ രീതിയിൽ ചിലപ്പം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് വേറൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താണ് ഏത് വീഡിയോ ആണ് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് വേണേ അവിടെ എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ മാറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്സ് കൊടുത്താൽ, ഇപ്പൊ ചില നമുക്ക് ഏതെങ്കിലും ഒക്കെ പോസ്റ്റർ ഡിസൈൻ കണ്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് ആ രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു റെഫറൻസ് ഡിസൈൻ നമ്മൾ ഡിസൈനറിന് ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതുവരെ പറഞ്ഞ മനസ്സിലായോ? ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണം ഇതുപോലെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ കോളം സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയാൽ ഡ്രോപ്പ് ഡൗൺ ഉള്ളത് കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ ജസ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത് എന്ന് കൊടുക്കുക, അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻഫോർമേറ്റീവ് ആണ് എന്നുള്ളത് ജസ്റ്റ് എന്താണ് ഇൻഫോർമേറ്റീവ് വീഡിയോ, പിന്നെന്താ എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് നമുക്ക് കളേഴ്സും കസ്റ്റമൈസ് ആയിട്ട് കൊടുക്കാം. ഏതാ കളർ എന്ന് വെച്ചാൽ അത് ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇനി ആഡ് അനദർ ഐറ്റം ഉണ്ടെങ്കിൽ അത് ഒന്ന് 3-4 ഐറ്റംസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് കൊടുക്കുക. പിന്നെ മൾട്ടിപ്പിൾ സെലക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുത്താൽ ഇവിടെ കണ്ടോ ഡ്രോപ്പ് ഡൗൺ മെനു വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ കൊടുത്ത ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഓൾറെഡി ഉള്ളത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പോ
ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് ഇമെയിൽ, സോഷ്യൽ മീഡിയ, TV അങ്ങനെയൊക്കെയാ ഉള്ളത്. നമുക്ക് അതെല്ലാം നമുക്ക് നമ്മുടേതായ രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റീല്, പോസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്താൽ മതി. അപ്പൊ എന്തായി? ഇതൊക്കെ പോയി. ജസ്റ്റ് ഈ 2 ഓപ്ഷൻ മാത്രമേ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ. ഹലോ. കണ്ടന്റ് ട്രാക്കർ അതെങ്ങനെയായിരുന്നു എടുത്ത? ആ ഓപ്ഷൻ എങ്ങനെയായിരുന്നു എടുത്തത്? ആ ജസ്റ്റ് നമ്മൾ ഇവിടെ കാണും. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ വരും. പിന്നെ വരത്തില്ലേ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടതാണ്. ഞാൻ എപ്പോഴും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, പ്രീ ബിൽറ്റ് ടേബിൾസ് കണ്ടോ ഇവിടെ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താല് ഇവിടെ കണ്ടോ പ്രീ ബിൽറ്റ് ടേബിൾസ് അവിടെ പോയാല് ആ ഒരു ഇത് വരും. ഓരോന്നിലും ഡിഫറെന്റ് ടൈപ്പിലാണ് ഉണ്ടാവുക. ബ്ലാങ്ക് ടേബിൾ ഉണ്ട്, ഇവന്റ് ടാസ്ക് ഉണ്ട്, പ്രോജക്ട് ടാസ്ക് ഉണ്ട്, കണ്ടന്റ് ട്രാക്കർ ഉണ്ട്, പ്രൊഡക്റ്റ് പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് രീതിയിലുള്ള ഓരോ ഫീൽഡിനും വേണ്ട രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ടാവും. ഇവന്റ് ആണ്, ഇവന്റിൻ്റെതുണ്ട്, ഇവന്റ് ടാസ്കിൻ്റെതുണ്ട്. ഇനി ഇതാണ് ഈ ഒരു ടെംപ്ലേറ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ എന്താണ് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ക്ലയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പേര് കൊടുത്തിട്ടൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഏത് ക്ലയന്റിന്റെ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതവിടെ. എന്നിട്ട് ഇതിപ്പോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ജസ്റ്റ് സേവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എനിവൺ വിത്ത് ലിങ്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് കാണാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അതിനൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഈ കണ്ടന്റ് കലണ്ടറിൽ നമ്മൾ സെയിൽസ് ഓറിയന്റഡ്, ഇൻഫോർമേറ്റീവ് ഇതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് അജ്മി അവർക്ക് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അവർക്ക് അപ്പോൾ അവർ പറയാണ് അടുത്ത 2 മാസത്തേക്കുള്ള കണ്ടന്റ്സ് ഒക്കെ 3rd മന്ത് ഞങ്ങളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മേ ബി നെക്സ്റ്റ് ക്വാർട്ടർ ഇൻ ദ ബിസിനസ്. ഓക്കെ, പക്ഷെ അവർക്ക് അതിന് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല. സോ ഹൂ ഈസ് ഗോയിങ് ടു ഡു ദ മാർക്കറ്റ് സ്റ്റഡി? അത് നമ്മൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമ്മൾ ചെയ്ത് കൊടുക്കുമോ, അതോ ആ പ്രോഡക്ട്സ് ക്ലിക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളതിന്റെ അതിന്റെ സപ്ലൈ ഡിമാൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ക്ലിക്ക് ആവോ ഇല്ലയോ നമുക്ക് മുന്നേ പറയാൻ പറ്റത്തില്ല. മാക്സിമം അങ്ങനെയല്ല, നല്ല ക്ലിക്ക് രീതിയിൽ അതിന് ആവുന്നുള്ളതല്ല ഞാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ലെറ്റ്സ് സേ അജ്മി അച്ചാറാണ് നമ്മളെ കൊണ്ട് ചെയ്യാം. പിക്കിൾസ് ഇറക്കാൻ പോവാണ് മാർക്കറ്റിൽ. ചിലപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇത് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനിടയിലായിട്ട് ഇവർക്ക് ഒരു നോർമൽ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കി അവിടെയാണ് കോണ്ടന്റിന്റെ പവർ. മറ്റേതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അല്ല, അത് ക്രിയേറ്റീവ് ആഡ്സ് അത് ഞാൻ സമ്മതിക്കുന്നു, അത് കറക്റ്റാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രൊഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അത് ജസ്റ്റ് കണ്ടന്റ് കൊണ്ട് കയറി പോകില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി കമ്പനി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുമോ? ഞാൻ ഇതുവരെ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അവര് ഇനിയിപ്പോ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണല്ലോ പ്രൊഡക്റ്റ് അവർ ഇറക്കത്തുള്ളൂ. പിന്നെ മാർക്കറ്റിംഗിനാണല്ലോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്റെ അടുത്ത് അവർ വരുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമ്മൾ ഓൾറെഡി കോമ്പറ്റീറ്റീവ് അനാലിസിസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ നിഷ് ഏരിയാസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെ സ്റ്റഡി നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ അവർക്ക് A or B പ്രോഡക്റ്റ് 2 പ്രോഡക്റ്റ് ഇറക്കണമെന്നുണ്ട്. ഇതിലേതാണ് കുറച്ചുകൂടെ ക്ലിക്ക് ആവുന്നവർക്ക് അറിയില്ല. മേ ബി ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ GCC കൺട്രീസിലായിരിക്കും ഡിമാൻഡ് ഉള്ളത്, ലോക്കലി അതിന് ഡിമാൻഡ് കാണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് സ്റ്റഡീസ് നമ്മൾ നടത്താറുണ്ടോ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, അതോ അവർ ഔട്ട്സൈഡ് കൊടുക്കാറാണോ പതിവ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടത്തുന്നുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് മാക്സിമം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടാണ് ഏതൊരു കമ്പനി ആണെങ്കിലും പ്രൊഡക്റ്റ് അവർ
അവർക്ക് അപ്പോ അതിന് സെപ്പറേറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏജൻസിയുടെ സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണോ അത് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം അവർ ഓക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്റെ സർവീസസ് എന്ന് പറയുന്നതിൽ പെടുന്നതല്ലല്ലോ അത്. അവരുടെ സർവീസ് എന്താണ്, മാക്സിമം ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ക്ലയൻസിന് വേണ്ട റിക്വയർമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞൊരു ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അപ്പോ ഈ കലണ്ടർ മേക്ക് ചെയ്യുന്നത് ഓക്കെ ആണോ? യെസ്. ഓക്കെ ആണോ അല്ലെ? എല്ലാവർക്കും ഓക്കെ ആണോ? ആ Okay. ടെംപ്ലേറ്റ് എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത് ഒന്നുകൂടെ പറയോ? യു ഡോണ്ട് മൈൻഡ്. ഫസ്റ്റ് ഞാൻ മുമ്പ് വേണമെങ്കിൽ കാണിച്ചു. ഫയൽ ന്യൂ കൊടുക്കുമ്പോൾ ഓക്കെ, ഫ്രം ടെംപ്ലേറ്റ് ഗാലറി. ഓക്കെ ഓക്കെ, ഗുഡ്. മനസ്സിലായി, അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് വരിക. ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോ ഒരു പുതിയ ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇത്രയും ടേബിൾസിന്റെ ഓപ്ഷൻസ് കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം, ഓക്കെ, എന്നിട്ട് ഇത് got it. ക്ലോസ് ചെയ്യാം. ഇനി അതല്ല, അങ്ങനെ വന്ന് നിങ്ങളിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഇനി പിന്നെയും ആ ഒരു വേറെ ടെംപ്ലേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മെനു വരും. അതിൽ താഴോട്ട് പോയാൽ പ്രീബിൽറ്റ് ടേബിൾസ് എന്നൊരു ഇത് Okay. കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ടെംപ്ലേറ്റ്സ് പിന്നെയും വിസിബിൾ ആയിട്ട് വരും. ഓക്കെ. ഓക്കെ ആണോ? യെസ്. ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇന്നത്തെ എടുത്തതിലും? ഇല്ല. താഴെ നമുക്ക് പിന്നെ അപ്പോ വേറെ ടേബിൾ ആഡ് ചെയ്യാൻ പറ്റുമോ? താഴെ എങ്ങനെ വേറെ എങ്ങനെ table- എങ്ങനെ താഴോട്ട് നമുക്ക് ടേബിൾ ആഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സെയിം തന്നെ ഓ പറ്റും. പറ്റും. പറ്റുമല്ലോ. നമുക്ക് ഈ ഒരു ടേബിൾ തന്നെ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് താഴേക്ക് പോയാൽ പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി വേറെ സെപ്പറേറ്റ് ഷീറ്റ് എടുക്കണം, ഇതിൽ തന്നെ വേറെ ഷീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പ്ലസ് ഐക്കണ്ട് അവിടെ പോയിട്ട് വേറെ ഷീറ്റിൽ പോയിട്ട് ചെയ്യാം. ഇവിടെ ഷീറ്റ് 1 എന്നും പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ഷീറ്റ് 2 എന്നും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ആയിട്ട് കൊടുക്കാം ഒരു ഫയലിന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ. 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 ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ആ. അതെ. ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മള് എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ നമ്മൾ ഈ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് സെഷൻ തൊട്ട് പറഞ്ഞ? കണ്ടന്റ് ക്രിയേഷൻ ഫസ്റ്റ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? പിന്നെ അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ക്രിയേറ്റിംഗ് കണ്ടന്റ്സ്. അപ്പം എന്തൊക്കെ മാർക്കറ്റ് സ്റ്റഡീസ് നടത്തണം, know their product, discuss with client about the requirements, schedule a plan for next 3 months അല്ലെങ്കിൽ quarter wise പ്ലാൻ ചെയ്യുക, കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുക, കണ്ടന്റ് ഷീറ്റ്, അതിനെന്താണ് പറയുക, കണ്ടന്റ് കലണ്ടർ. ഓക്കെ, കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. Yeah. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിംഗിലൊക്കെ മനസ്സിലായല്ലോ അല്ലെ? Yes. ഓക്കെ. അപ്പോ നാളത്തേക്ക് ഞാനൊരു വലിയ ടാസ്ക് തരാം. ഏകദേശം നമ്മുടെ തിയറി ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാം കവർ ആയിട്ടുണ്ട്. ഇത്രയാണ് ബേസിക് നല്ല തിയററ്റിക്കൽ ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗിന്റെ സെക്ഷനിൽ. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നിങ്ങൾക്ക് ടാസ്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഈവൻ സർവീസസ്, പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, ഏത് വേണേലും ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അനാലിസിസും പ്ലസ് ഒരു 1 വീക്ക്, ഇനിയിപ്പോ ഇതിപ്പോ ഒക്ടോബർ 10 ബാക്കിയുള്ള ഒക്ടോബർ ഒരു കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യാം. Yes. ഓക്കെ ആണോ? Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തന്ന ടാസ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഒന്നുമില്ല. ഇന്ന് ഞാൻ കാണിച്ചതല്ലേ ജസ്റ്റ് കോമ്പറ്റിറ്റർ അനാലിസിസ് ഒരു ഡോക്കായിട്ട് ചെയ്തതും പിന്നെ കലണ്ടറും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ഈവൻ പ്രൊഡക്റ്റിന്റെ തന്നെ ആവണമെന്നില്ല. സർവീസസ് ആണെന്നുണ്ടെങ്കിൽ സർവീസസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതും ആവാം. എന്നിട്ട് നാളെ ജസ്റ്റ് ഒരു ഒരു പ്രസന്റേഷൻ പോലെ ഒന്ന് ഇതുപോലെ ഓരോരുത്തരായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കോമ്പറ്റീറ്റർ അനാലിസിസ് എടുക്കുന്ന ഗൂഗിൾ വെച്ച് സെർച്ച് ചെയ്യണം അല്ലേ? എങ്ങനെ? കോമ്പറ്റീറ്റർ അനാലിസിസ് അത് എടുക്കുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത നമ്മള് മുമ്പ് കാണിച്ചതുപോലെ നമ്മൾ സെർച്ച് ചെയ്യണം. അത്ര എലമെന്റ്സ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യണം അല്ലേ? എങ്ങനെ അത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഗൂഗിളിൽ ജസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്നുള്ള സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നാണോ? അതാ ചോദിച്ചത്. അതെങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? ഇപ്പൊ ഏതൊരു ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഏറ്റവും അടുത്ത കോമ്പറ്റീറ്റർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? ഇനി അതല്ല, നിങ്ങൾക്ക് അറിയാത്തൊരു ബ്രാൻഡ് ആണെങ്കിൽ തന്നെ ജസ്റ്റ് ഗൂഗിളും ChatGPTs ഒക്കെ യൂസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് ചോദിച്ചത്. സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനല്ല, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കിയാലും മതി. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ള 2-3 പേരെ മിനിമം, ഒരു 2-3 പേരെങ്കിലും മിനിമം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് എടുക്കണം. എന്നിട്ട് അവരെ കുറിച്ചിട്ട് ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇതുപോലെ കലണ്ടറും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നാളെ ഓരോരുത്തരും ഏത് ക്ലയന്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്റ്റഡി ചെയ്തത്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്, ആരൊക്കെയാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ് നിങ്ങൾ കണ്ടെത്തിയത്, ഏതൊക്കെ രീതിയിൽ കോണ്ടന്റ് ചെയ്താലാണ് അവർക്ക് ബെറ്റർ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റും. അപ്പൊ നാളെ കംപ്ലീറ്റ് ഒരു ഡൗട്ട് ക്ലിയറൻസും ടാസ്ക് റിവ്യൂ സെഷനാണ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഇനി സ്ക്രിപ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും കറക്റ്റ് ചെയ്ത് തരാം. സ്ക്രിപ്റ്റ് ചെയ്യാത്ത 2-3 പേരുണ്ടല്ലോ, അമല്, കഫീൽ, വേറെ സോൺ ചെയ്തായിരുന്നു തോന്നുന്നില്ല, സോണ ചെയ്തു തോന്നുന്നു. അങ്ങനെ 1-2 പേരുണ്ട് സ്ക്രിപ്റ്റിന്റെ ചെയ്യാത്തവര്. ഇനി അവര് നാളത്തേക്ക് സ്ക്രിപ്റ്റും ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കറക്റ്റ് ചെയ്യാം. ഓക്കെ. നാളത്തെ കംപ്ലീറ്റ് എന്തെങ്കിലും വർക്ക് എല്ലാം എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ വരണം. കാരണം നാളെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. പിന്നെ ഒരു ഡിസ്കഷൻ മേ ബി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നാളത്തേക്ക് കംപ്ലീറ്റ് എന്തായാലും ചെയ്ത് വരണം എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇന്നെടുത്തതിൽ വേറെ എന്തെങ്കിലും പറയാനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. ഇനി എല്ലാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇതുവരെ എടുത്തതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ ആണോ? യെസ്, ഓൾ ഗുഡ്. ഓക്കെ. പിന്നെ എനിക്ക് ബൈ. നാളെ Sure. കാണാം. Thank you.